മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന റെഗുലർ വിദ്യാർത്ഥികൾക്കും മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിലെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഓൾറെഡി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ്, അതായത് കംപ്ലീറ്റ് ഫോർമുലകളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് മസ്റ്റായിട്ട് കാണുക. ആ സീരീസിലെ ആ ചാപ്റ്ററിലെ പ്രോബ്ലംസ് എല്ലാം എഴുതി പഠിക്കുക. അതിനുശേഷം മാത്രം ഈ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് കാണുക. എബവ് ആവറേജ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസിനാണ് ഈ സീരീസിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സോ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം ഈ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസൂടെ പ്രാക്ടീസ് ചെയ്താൽ ഈ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 9 മാർക്കാണ്. ബയോളജി സയൻസുകാർക്ക് ഒരു 3 മാർക്കിൻ്റെയും ഒരു 6 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ചോദിക്കും. സോ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് കുറവാണ്, 4 മാർക്കാണ്. എങ്കിലും സെലക്ട് ചെയ്തെങ്കിലും പഠിക്കുക. അവർ മസ്റ്റായിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് പഠിക്കുക. ഫുൾ മാർക്ക് വേണമെന്നുള്ള കുട്ടികൾ ഈ സീരീസ് ഇവിടെ കാണുന്നത് നല്ലതാണ്. സോ ഈ ചാപ്റ്ററിലെ ഫോർമുലകൾ നിങ്ങൾ പഠിച്ചു എന്ന വിശ്വാസത്തിലാണ് ഈ ഒരു ഡിസ്കഷൻ നടത്തുന്നത്. ഫോർമുല അറിയാമെങ്കിൽ ഈ പ്രോബ്ലംസ് എല്ലാം മനസ്സിലാകും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രൂവ് ദാറ്റ് sin 40 plus x into cos 10 plus x minus cos 40 plus x into sin 10 plus x equal to 1/2. ഇവിടെ ഇത് ആംഗിൾ എ എന്ന് കൊടുക്കുക, ഇത് ബി എന്ന് കൊടുക്കുക. ഫോർമുല എന്ന് പറഞ്ഞു നോക്ക് മനസ്സിൽ. sin a cos b മൈനസ് cos a sin b, sin a cos b മൈനസ് cos a sin b എന്ന് പറഞ്ഞാൽ sin a മൈനസ് ബി എന്ന് കിട്ടും. sin a മൈനസ് ബി, എ എന്ന് പറഞ്ഞാൽ 40 plus x മൈനസ് ബി എന്ന് പറഞ്ഞാൽ 10 plus x. സോ ഈക്വൽ ടു സൈൻ പ്ലസ് എക്സും ഈ മൈനസ് ഓപ്പൺ മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു പോകും. 40 നിന്ന് 10 കുറച്ചാൽ 30. സോ ആൻസർ sin 30. sin 30യുടെ വാല്യൂ 1/2 കാൽക്കുലേറ്ററിൽ കൊടുത്താൽ കിട്ടും. വളരെ സിമ്പിളാണ്. ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻ വന്നാൽ sin a പ്ലസ് ബി അല്ലെങ്കിൽ sin a മൈനസ് ബി, cos a പ്ലസ് ബി, cos a മൈനസ് ബി, ഇതിലേതെങ്കിലും ഒരു ഫോർമുലയുമായി റിലേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും. അത്തരത്തിൽ ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രമേ ആൻസറിലേക്ക് എത്തുവാൻ സാധിക്കത്തുള്ളൂ. സോ ഇവിടെ sin a cos b മൈനസ് cos a sin b, ദാറ്റ് ഈസ് sin a മൈനസ് ബി എന്ന ഫോർമുല അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് വാല്യൂ ഓഫ് tan π/4 പ്ലസ് എക്സ് ഇൻറ്റു tan π/4 മൈനസ് എക്സ്. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു റിസൾട്ടാണ് tan π/4 പ്ലസ് എക്സ് tan 45 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് tan x ബൈ 1 മൈനസ് tan x എന്നാണ്. അതേപോലെ ഇതിൻ്റെ ആൻസർ 1 മൈനസ് tan x ബൈ 1 പ്ലസ് tan x. ഇത് 1 വേഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ഫോർമുല മനസ്സിൽ വരണം. tan π/4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് tan x ബൈ 1 പ്ലസ് tan x. ഇൻറ്റു ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പ്രീവിയസ് എക്സാമിനേഷൻസിന് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു π/4 then prove that 1 plus tan x into 1 plus tan y equal to 2 and hence find value of tan π/8. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്താണ്? π/4. ആ ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതുക. വിച്ച് ഇംപ്ലൈസ് രണ്ട് സൈഡും tan അപ്ലൈ ചെയ്താൽ tan x പ്ലസ് വൈ ഈക്വൽ ടു tan π/4. tan π/4 എന്ന് പറഞ്ഞാൽ tan 45. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1. ഈ ലെഫ്റ്റ് സൈഡിൽ tan x പ്ലസ് വൈ ഫോർമുല അപ്ലൈ ചെയ്യണം. tan x പ്ലസ് വൈ എന്താണ് ഫോർമുല? tan x പ്ലസ് tan y ബൈ 1 മൈനസ് tan x ഇൻറ്റു tan y ഈക്വൽ ടു 1. അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ tan x പ്ലസ് tan y ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് വന്നു 1 മൈനസ് tan x tan y. ഈ മൈനസ് tan x tan y ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് tan x tan y ആവും. അതായത് tan x പ്ലസ് tan y ഇത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് പ്ലസ് tan x ഇൻറ്റു tan y എന്ന് എഴുതി ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പിന്നെ 1 മാത്രം. അടുത്ത സ്റ്റെപ്പാണ് ഓർത്തിരിക്കേണ്ടത്. ഒരു 1 ഇവിടെ ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡിങ് 1 അത് ചെയ്തു. അടുത്ത് ഈ 1 പ്ലസ് tan x അതുപോലെ എഴുതി. നെക്സ്റ്റ് എന്താണ്? ഇവിടെ tan y ഉണ്ട്, ഇതിലും tan y. ഈ രണ്ട് ടേമിൽ നിന്ന് tan y ഞാൻ പുറത്തെടുത്തു. tan y കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ പിന്നെ ഇവിടെ എന്തുണ്ട്? 1 പ്ലസ് tan x. അതായത് അടുത്ത് ഇതൊന്ന് ബ്രാക്കറ്റിനകത്ത് വിചാരിച്ചാൽ ഈ ടേമിൽ നിന്നും ഈ ടേമിൽ നിന്നും എന്ത് പുറത്തെടുക്കാം? 1 പ്ലസ് tan x. ഇതിൽ നിന്നും 1 പ്ലസ് tan x പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇവിടെ 1, ഇവിടെ tan y, 1 പ്ലസ് tan y. അതായത് 1 പ്ലസ് tan x ഇൻറ്റു 1 പ്ലസ് tan y ഈക്വൽ ടു 2. അല്ലേ? സിംപ്ലിഫിക്കേഷൻ അഥവാ എന്തെങ്കിലും മിസ്സായിപ്പോയാലും ഷോ ദാറ്റ് ആണെങ്കിലോ ഷോ ദാറ്റ് അല്ലേ ഒപ്പിക്കുകയെങ്കിലും ചെയ്യണം. സോ 1 പ്ലസ് tan x ഇൻറ്റു 1 പ്ലസ് tan y ഈക്വൽ ടു എന്ത് കിട്ടി? 2.
അടുത്ത് വി ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് tan π/8 യൂസിങ് ദിസ് റിസൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിനും വൈക്കും നമുക്ക് π/8 കൊടുക്കാം. പുട്ട് x is equal to y equal to π/8. രണ്ട് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? x plus y equal to π/8ഉം π/8ഉം ആഡ് ചെയ്താൽ π/4 എന്ന് കിട്ടും. അതായത് x plus y equal to π/4 ആണെങ്കിൽ ഈ റിസൾട്ട് ആണല്ലോ. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൽ എക്സിനും വൈക്കും എന്ത് കൊടുക്കണം? π/8. സോ x plus y equal to π/4 ആകുമ്പോൾ ഈ റിസൾട്ട് ട്രൂ ആണ്. സോ 1 പ്ലസ് എക്സിന് എന്ത് കൊടുത്തു? tan എക്സിന്റെ പ്ലേസിൽ π/8 ഇൻറ്റു ഇവിടെ 1 പ്ലസ് tan y വൈക്കും എന്ത് കൊടുത്തു? π/8 ഈക്വൽ ടു എന്താണ്? 2. 1 പ്ലസ് tan π/8 ഇൻറ്റു 1 പ്ലസ് tan π/8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് tan π/8 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2. അതിൽ നിന്ന് 1 പ്ലസ് tan π/8 എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് √2. എക്സ് സ്ക്വയർ 2 ആണെങ്കിൽ എക്സ് പ്ലസ് ഓർ മൈനസ് 2 അല്ലേ? സോ tan π/8 ഈക്വൽ ടു എന്ത് കിട്ടും? പ്ലസ് ഓർ മൈനസ് √2. ഈ പ്ലസ് വൺ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 1. ഈ π/8 180/8 അത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്, 90 ഡിഗ്രിയേക്കാളും ചെറുതാണ്, അക്യൂട്ട് ആംഗിൾ ആണ് എങ്കിൽ വാല്യൂ എന്തായിരിക്കും? ടാനിൻ്റെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ടാൻ അല്ല, എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ആൻസറും പോസിറ്റീവ് ആയിരിക്കും. സോ tan π/8ൻ്റെ ആൻസർ √2 മൈനസ് 1 എന്ന് എഴുതുക. മൈനസ് √2 മൈനസ് 1 നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. സോ കുറച്ച് പണിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എഴുതി പഠിക്കുക, വേറെ ഷോർട്ട് കട്ടൊന്നും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫൈൻഡ് വാല്യൂ ഓഫ് cos square 15 minus sin square 15. cos square x minus sin square x ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, cos 2x. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? cos 2 into x, that is cos 2 into x-ന്റെ സ്ഥാനത്ത് 15, cos 30 ഡിഗ്രി. cos 30 ഡിഗ്രിയുടെ ആൻസർ എന്താണ്? √3/2. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആംഗിളുമായി ബന്ധപ്പെട്ട് ഇതേപോലെ 15 ഡിഗ്രി വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയുമായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ തരാം 2 sin 15 ഇൻറ്റു cos 15 എങ്കിൽ അതെന്താണ്? sin 2x ആണ്. 2 sin x cos x, അപ്പോൾ sin 30 എന്ന് വരും. അതുപോലെ tan 2xൻ്റെ ഫോർമുല 2 tan x by 1 minus tan square അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ 1 minus tan square x by 1 plus tan square x അതെന്താണ്? cos 2x ആണ്. ഇത്തരത്തിൽ ഈ 15 ഡിഗ്രി ആംഗിളുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയുമായി റിലേറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. Find the value of sin square 20 plus sin square 70. Sin square 20 plus sin square ഈ 70യെ 90 minus 20 എന്ന് എഴുതുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 90 minus 20 എന്ന് പറഞ്ഞാൽ ഈ 70 തന്നെയാണ്. ഇത് അതുപോലെ എഴുതി sin 90 minus theta cos theta എന്ന് എഴുതാം. അപ്പോൾ sin square 90 minus 20 എങ്ങനെ എഴുതാം? cos square 20. sin square x plus cos square x എന്നാൽ ആൻസർ എന്താണ്? 1. സോ ആൻസർ എന്ത് കിട്ടും? 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. മിനിമം വാല്യൂ ഓഫ് cos x. cos x-ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1,1. സൈനിൻ്റെയും കോസിൻ്റെ റേഞ്ച് -1,1. അതായത് സൈനിൻ്റെയും കോസിൻ്റെയും മാക്സിമം വാല്യൂ +1 ആയിരിക്കും, മിനിമം വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. സോ ഇവിടെ ആൻസർ എന്താണ്? -1. cos x-ൻ്റെ മിനിമം വാല്യൂ -1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. പ്രൂവ് ദാറ്റ് cos square 2x minus cos square 6x equal to sin 4x into sin 8x. സിമിലർ ആയിട്ട് sin square 4x minus sin square 2x equal to something എന്ന് ടെക്സ്റ്റിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ രണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്, ചെയ്ത് പഠിക്കുക. രണ്ട് ക്വസ്റ്റ്യനും ഒരേ രീതിയിലാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തെഴുതുക. cos square 2x minus cos square 6x. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതിനെങ്ങനെ എഴുതാം? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതുകൊണ്ട് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് cos 2x പ്ലസ് cos 6x ഇൻറ്റു cos 2x മൈനസ് cos 6x. എന്നിട്ട് ഇവിടെ cos a പ്ലസ് cos b എന്ന ഫോർമുല അപ്ലൈ ചെയ്യണം അല്ലേ? നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ റിവിഷൻ ക്ലാസ്സിലും ഷോർട്ട് കട്ട് ഫോർമുല പഠിപ്പിച്ചു. ഇതാണ് cos പ്ലസ് cos, c പ്ലസ് c. ഫോർമുല 2cc, 2c, c അല്ല cc കേട്ടോ. 2cc എന്ന് പറഞ്ഞാൽ c പ്ലസ് c, ഫുൾ ഓഫ് c ഓർത്തിരിക്കണം. cos a പ്ലസ് cos b. ഫോർമുല 2 cos a പ്ലസ് b ബൈ 2 ഇൻറ്റു cos a മൈനസ് b ബൈ 2. അപ്പോൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 2 എഴുതി. അടുത്ത് cos a പ്ലസ് b ബൈ 2 ആംഗിൾ ആഡ് ചെയ്യുക, പകുതി എടുക്കുക. 2x-ഉം 6x-ഉം കൂട്ടി 8x, അതിൻ്റെ പകുതി 4x. അടുത്ത് 2cc വീണ്ടും c cos, അടുത്ത ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക. 2x-ന്ന് 6x കുറച്ചാൽ -4x, അതിൻ്റെ പകുതി -2x. cos ഓഫ് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് വാല്യൂ ആയിട്ട് എഴുതാം. cos ഓഫ് മൈനസ് തീറ്റ പ്ലസ് cos തീറ്റ. അപ്പോൾ cos ഓഫ് -2x-നെ cos 2x എന്ന് എഴുതാം. അടുത്തത് എന്താണ്? c മൈനസ് c, cos a മൈനസ് cos b, c മൈനസ് c -2 ss. മൈനസ് വരുമ്പം c s, c മാറി s ആവും കേട്ടോ.
അപ്പോൾ -2 sin a plus b by 2 ഇൻറ്റു sin a minus b by 2. ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. -2 ഇൻറ്റു സൈൻ ആംഗിൾ കൂട്ടുക 8x, അതിൻ്റെ പകുതി എന്താണ് 4x, ഇൻറ്റു സൈൻ a minus b by 2 ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x ഇന്ന് 6x കുറച്ചാൽ -4x, അതിൻ്റെ പകുതി -2x. ആദ്യത്തതിൽ ആഡ് ചെയ്യുക, ദെൻ ഡിവൈഡിങ് ബൈ 2. രണ്ടാമത്തതിൽ ആംഗിൾസ് സബ്ട്രാക്ട് ചെയ്യുക, ദെൻ ഡിവൈഡിങ് ബൈ 2. ഫോർമുല പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ മിനിമം ചോദിച്ചിരിക്കും. നെക്സ്റ്റ് ഒരു ചെറിയ ഗ്രൂപ്പിംഗ് ആണ്. ഒരേ ആംഗിൾ ഉള്ളത് ഒരുമിച്ച് എഴുതി. ഇവിടെ 2 സ്ഥലത്ത് 2 ഉണ്ട്, ഒരു 2 ഇവിടെ എഴുതി അല്ലേ. എന്നിട്ട് ഈ cos 4x sin 4x ഒരുമിച്ച് എഴുതി. പിന്നെ ഇവിടെയുള്ള ഈ 2 അതുപോലെ ഇവിടെ എന്താണ് cos 2x ഉണ്ട്, പിന്നെ എന്താണ് ഈ sin 2x. ഒരേ ആംഗിൾ ഒരുമിച്ച് എഴുതി ബ്രാക്കറ്റിനകത്ത് ഇട്ടു, 2 കൂടെ കൊടുത്തു. ഇവിടെ സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ -sin x എന്നാണ്. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. അങ്ങനെയാണ് മൈനസ് അപ്രത്യക്ഷമായത്. ഇതെവിടെ പോയിടാ എന്ന് ചിന്തിക്കേണ്ട, ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ഇനി ഇത് വീണ്ടും മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല 2 sin x ഇൻറ്റു cos x, 2 sin x cos x, 2 sin x cos x. എന്താണ് ഫോർമുല? sin 2x. സോ sin 2 ഇൻറ്റു എക്സ്, എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ് 4x. ഇവിടെയും അതേ ഫോർമുല 2 sin x ഇൻറ്റു cos x, 2 sin x cos x. എന്താണ് ഫോർമുല? sin 2 ഇൻറ്റു എക്സ്, എക്സിൻ്റെ പ്ലേസിൽ 2x. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ sin 8x ഇൻറ്റു sin 4x എന്ന് കിട്ടും, വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. വി ഹാവ് ടു പ്രൂവ്. ട്രിഗണോമെട്രിക് ഫോർമുലകൾ കാണാതെ പഠിക്കാൻ എളുപ്പവഴിക്ക് ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഉപയോഗിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ ട്രിഗണോമെട്രിക് ഫോർമുല പച്ചവെള്ളം പോലെ നിങ്ങൾക്ക് മനസ്സിലിരിക്കും, ഓർമ്മയിൽ നിൽക്കും. ആ വീഡിയോ കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് cos 3π/4 പ്ലസ് എക്സ് മൈനസ് cos 3π/4 മൈനസ് എക്സ് ഈക്വൽ ടു -√2 sin x. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യനിൽ സമാനമായ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതാണ് കൂടുതൽ പ്രാധാന്യം. cos π/4 പ്ലസ് എക്സ് പ്ലസ് cos π/4 മൈനസ് എക്സ് ഈക്വൽ ടു √2 cos x എന്നാണ് എൻ്റെ ഓർമ്മ. അത് നിർബന്ധം പഠിക്കുക, അതിനുശേഷം മാത്രം ഇത് പഠിക്കുക. ഓക്കെ, ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തെഴുതുക. LHS എടുത്തെഴുതി അല്ലേ. LHS എടുത്തെഴുതി കഴിഞ്ഞാൽ cos ഇത് a മൈനസ് cos b. അപ്പോൾ എന്താണ് cos a മൈനസ് cos b, c മൈനസ് c, c മൈനസ് c. ഇപ്പം പറഞ്ഞു -2 SS, പ്ലസ് വന്നാൽ ഫുൾ ഓഫ് c, മൈനസ് വന്നാൽ SS ആണ്. -2 sin sin. ആദ്യം ആംഗിൾ കൂട്ടുക, ഇത് പ്ലസ് ഇത് ബൈ 2. അടുത്തതിൽ സൈൻ ആംഗിൾ സബ്ട്രാക്ട് ചെയ്യുക, ഇത് മൈനസ് ദിസ് ആംഗിൾ കണ്ടോ. ആദ്യത്തത് മൈനസോ സെക്കൻഡ് ആംഗിൾ ബൈ 2. ഇനി എന്താണ് ഇവിടെ നോക്കിയോ, പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു. 3π/4 3π/4 ആഡ് ചെയ്താൽ 2 ടൈംസ് 3π/4, 2 2 പോയാൽ സൈൻ 3π/4 എന്ന് വരും. ഈ -2 അതുപോലെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എക്സും മൈനസ് എക്സും പോയി. ഇവിടെ 2 ഇൻറ്റു 3π/4, 2 2 ക്യാൻസൽ ചെയ്താൽ ജസ്റ്റ് 3π/4. ഇവിടെ എന്ത് സംഭവിക്കും? 3π/4 മൈനസ് 3π/4 പോയി. ഈ മൈനസും മൈനസും പ്ലസ് എക്സ് 2x ബൈ 2, 2 2 ക്യാൻസൽ ചെയ്താൽ സൈൻ എക്സ് എന്ന് കിട്ടും. അടുത്ത -2 സൈൻ, ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ കൊടുത്ത് വാല്യൂ കണ്ടാൽ മതി കേട്ടോ. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 1/√2 എന്ന് കിട്ടും. സൈൻ 3π/4ൻ്റെ ആൻസർ 1/√2. അല്ലെങ്കിൽ എന്താണ്, റിഡക്ഷൻ ഫോർമുല ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാം. സൈൻ π മൈനസ് π/4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് സൈൻ എന്താണ് π/4 എന്ന് കിട്ടും. ഈ -2 അതുപോലെ ഇത് സൈൻ 45, അതിൻ്റെ ആൻസർ എന്നാണ് 1/√2. അവസാനത്തെ സൈൻ എക്സ് അതുപോലെ 2ന് √2 ഇൻറ്റു √2, ഒരു √2 ക്യാൻസൽ ചെയ്താൽ -√2 sin x എന്ന് കിട്ടും. എഴുതി പഠിക്കും, വേറെ ഷോർട്ട് കട്ടുകൾ ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മാത്രം ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ, കുറച്ച് പണിയുള്ള ക്വസ്റ്റ്യൻ, വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ചോദ്യകർത്താവ് ചിന്തിച്ചാൽ ഇത്തരം ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഇത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് tan 4x ഈക്വൽ ടു 4 tan x ഇൻറ്റു 1 മൈനസ് tan square x ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 6 tan square x പ്ലസ് tan റൈസ് ടു 4x. ഇതൊക്കെ ഇവിടെ കിടക്കുന്നതാ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. ബുദ്ധിമുട്ടാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, സെലക്ട് ചെയ്ത് പഠിക്കൂ. ഫുൾ മാർക്ക് വേണമെങ്കിൽ ഇതൊക്കെ പഠിച്ചേ പറ്റൂ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് tan 4x, അതിനെ എങ്ങനെ എഴുതാം? tan 2 ഇൻറ്റു 2x എന്ന് എഴുതാം. 4xനെ 2 ഇൻറ്റു 2x. ഇനി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല tan 2x ഈക്വൽ ടു എന്താണ് ഫോർമുല? 2 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്താണ് കിടക്കുന്നത്? 2x. അത് അപ്ലൈ ചെയ്യുക. സോ tan 2 ഇൻറ്റു ദിസ് വൺ ഈക്വൽ ടു 2 tan x, എക്സിൻ്റെ പ്ലേസിൽ ഈ 2x കൊടുക്കുക, ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്, എക്സിൻ്റെ പ്ലേസിൽ 2x കൊടുക്കും, ഈക്വൽ ടു ഈ വീണ്ടും ഈ 2 അതുപോലെ. ഇനി tan 2x ഡയറക്റ്റ് ഈ ഫോർമുല 2 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് tan സ്ക്വയർ 2x എന്ന് പറഞ്ഞാൽ tan 2xൻ്റെ സ്ക്വയർ. വീണ്ടും tan 2x എഴുതുക, 2 tan x ബൈ 1 മൈനസ് tan സ്ക്വയർ എക്സ്, അതിൻ്റെ സ്ക്വയർ, ഈക്വൽ ടു 2 ഇൻറ്റു 2 4 tan x ബൈ എന്താണ് ഈ 1 മൈനസ് tan സ്ക്വയർ എക്സ്.
അടുത്ത ഹോൾ ഡിവൈഡഡ് ബൈ, ഈ ഡിവൈഡഡ് ബൈ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. അടുത്തെന്താണ്, ഇതിന്റെ സ്ക്വയർ ബൈ ഇതിന്റെ സ്ക്വയർ എങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഈ താഴെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ്. അതിനോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു അത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ ഇത് ബൈ 1 ആയിട്ട് എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ സ്ക്വയർ 2ൻ്റെത് 4 ടാനിൻ്റെത് ടാൻ സ്ക്വയർ, സോ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്ന ടേം 1 മൈനസ് ടാൻ സ്ക്വയർ എക്സിന്റെ സ്ക്വയർ, അത് മറന്നു പോരുത്. ഇനി ഈ ന്യൂമറേറ്റർ അതുപോലെ 4 ടാൻ എക്സ് ബൈ ഈ സാധനം എഴുതി അടുത്ത് ഈ ഡിവൈഡഡ് ബൈനെ ഇൻറ്റു ആക്കുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് എവിടെ പോകും, മേളിൽ പോകും. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം. എ സ്ക്വയർ 1 × സ്ക്വയർ 1 മൈനസ് 2ab 2 ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ ടാൻ സ്ക്വയറിന്റെ സ്ക്വയർ ടാൻ റൈസ് ടു 4x. അവസാനത്തെ മൈനസ് 4 ടാൻ സ്ക്വയർ എക്സ് അതുപോലെ എഴുതുക. ഇത്ര എഴുതിയിട്ട് ഷോ ദാറ്റ് എഴുതി വെച്ചാൽ മതി. 4 ടാൻ എക്സ് അതുപോലെ ഇവിടെ ഹോൾ സ്ക്വയർ ഇവിടെ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. ഇതിലും ഒരു ടേം ഇവിടുത്തെ ഒരു ടേം വെട്ടിപ്പോയാൽ ഇത് മാത്രം വരും. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 അതുപോലെ അടുത്ത മൈനസ് 2 ടാൻ സ്ക്വയർ എക്സും മൈനസ് 4 ടാൻ സ്ക്വയർ എക്സും ആഡ് ചെയ്താൽ മൈനസ് 6 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് ഈ ടാൻ റൈസ് ടു 4x അതുപോലെ വിച്ച് ഈസ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഹാവ് ടു പ്രൂവ്. പറ്റുമെങ്കിൽ പഠിക്കൂ, ഇല്ല എങ്കിൽ ഉപേക്ഷിക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ മിസ്ലേനിയസ് എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. sin x equal to 3/5, cos y equal to -12/13 where x and y lie in the second quadrant. Then find the value of sin x plus y. Sin x plus y ഫോർമുല എന്താണ്, sin x cos y plus cos x sin y. അതായത് sin x ഉണ്ടെങ്കിൽ cos x കാണണം, cos y തന്നിട്ടുണ്ടെങ്കിൽ sin y കാണണം. ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ല എങ്കിൽ എന്താണ്, sin x എന്നാൽ cos x കാണാൻ √1 മൈനസ് sin സ്ക്വയർ x എന്ന ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് 3ഉം 5ഉം വന്നാൽ അടുത്ത സൈഡ് 4 ആണല്ലോ, എങ്കിൽ cos x എന്തായിരിക്കും 4/5. സെക്കൻഡ് ക്വാർട്ടറിൽ കോസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. അടുത്ത് 12ഉം 13ഉം വന്നാൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വെച്ച് തേർഡ് നമ്പർ എന്തായിരിക്കും 5 ആയിരിക്കും. അപ്പോൾ ഇത് കോസ് y ആണെങ്കിൽ സൈൻ y 5/13. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്തൂ. അല്ലെങ്കിൽ കോസ് y തന്നാൽ സൈൻ y കാണാൻ √1 മൈനസ് കോസ് സ്ക്വയർ y സിംപ്ലിഫൈ ചെയ്താൽ ഈ ആൻസർ കിട്ടും. ഇനി സൈൻ എക്സ് പ്ലസ് y ഫോർമുല സൈൻ എക്സ് ഇൻറ്റു കോസ് y പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ y. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -56 എന്ത് കിട്ടും, 65 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11 മറ്റൊരു ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ. ഇഫ് angles of a triangle are in the ratio 4:2:3 then find the angles in radian measure. അല്ലെ, ഇവിടെ എന്താണ്, ആംഗിൾസ് ഈ റേഷ്യോയിലാണ് 4:2:3. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് 180. അതായത് ആംഗിൾ ഇൻ ദ റേഷ്യോ 4:2:3 എന്ന് പറഞ്ഞാൽ അതിന്റെ സം, ആംഗിൾസിന്റെ സം നമുക്ക് എങ്ങനെ എടുക്കാം, 4x + 2x + 3x = 180 എന്ന് എടുക്കാം. ആഡ് ചെയ്യുമ്പോൾ 9x = 180, x = 20. എങ്കിൽ ആദ്യത്തെ ആംഗിൾ എന്തായിരിക്കും 4x 4 × 20 80. രണ്ടാമത്തത് 2x അതായത് 2 × 4 20 40. തേർഡ് എന്ന് പറയുന്നത് 3 × 20 60. അപ്പോൾ ആംഗിൾസ് എന്തായിരിക്കും, ആദ്യത്തെ ആംഗിൾ 80, രണ്ടാമത്തത് 40, മൂന്നാമത്തത് 60. ഇതിനെ റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യണം. ഡിഗ്രി മെഷറിനെ റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 80 ഡിഗ്രി അതിൻ്റെ റേഡിയൻ മെഷർ 80 × π/180. 0 ക്യാൻസൽ ചെയ്തു, 2 മേളിലും താഴെയും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4π വരും, താഴെ 9 വരും. സോ ആദ്യത്തെ 4π/9. അടുത്ത 40 ഡിഗ്രി 40 × π/180. 0 പോയി 4 18 2 കൊണ്ട് വെട്ടിയാൽ 2π/9 എന്ന് കിട്ടും. അടുത്തത് 60 ഡിഗ്രി 60 × π/180 π/3 എന്ന് കിട്ടും. സോ ഇതാണ് ആംഗിൾ ഇൻ റേഡിയൻ മെഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീണ്ടും ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ. ഈ വർഷം മോഡൽ എക്സാമിനേഷൻ സമാനമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ, റൈറ്റ് ആംഗിൾ COA ഇൻ റേഡിയൻ മെഷർ. ആംഗിൾ COA എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി റേഡിയൻ മെഷറിലാക്കാൻ 30 × π/180. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും, π/6. സോ ആംഗിൾ COA ഇൻ റേഡിയൻ മെഷർ എന്താണ്, π/6. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് A and B. ഈ പോയിന്റും കണ്ടെത്തണം.
നമുക്കറിയാം ഇത് എന്താണ്, ഒരു യൂണിറ്റ് സർക്കിളാണ്. റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിൾ യൂണിറ്റ് സർക്കിളാണ് അല്ലേ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ യൂണിറ്റ് സർക്കിളിലെ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് വാല്യൂവും വൈ കോർഡിനേറ്റ് സൈൻ വാല്യൂവും ആയിരിക്കും. പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് കത്തും, പ്രാക്ടിക്കൽസിലൊക്കെ അത് ചെയ്തതാണ്. എന്നാൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളും തിയറി പഠിക്കാത്ത കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധ്യതയില്ല. പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ഒരു യൂണിറ്റ് സർക്കിളിലെ ഒരു പോയിന്റ് എടുത്താൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് കോസ് തീറ്റ, വൈ കോർഡിനേറ്റ് സൈൻ തീറ്റ, വേർ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് 30 കോമ എന്താണ്, സൈൻ 30. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് കോസ് 30 കോമ സൈൻ 30. കോസ് 30യുടെ വാല്യൂ √3/2, സൈൻ 30യുടെ വാല്യൂ എന്താണ്, 1/2. നെക്സ്റ്റ് ഇതേ സമാന്തരമായി അതേപോലെ വരുന്ന ഇപ്പുറത്ത് വരുന്ന കോർഡിനേറ്റ് അല്ലേ, ഇത് നേരെ എന്താണ്, ഇവിടെ എന്തായിരുന്നു, 2 പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ വരുന്ന രണ്ടും എന്താണ്, എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് നെഗറ്റീവ്, സെയിം സംഗതി തന്നെ ആയിരിക്കും. ആംഗിൾ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. സോ ബി എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് സൈൻ കൊടുത്താൽ മതി. സോ ആൻസർ -√3/2 കോമ എന്താണ്, -1/2. നെക്സ്റ്റ് ഫൈൻഡ് ആർക്ക് ലെങ്ത് ഓഫ് എ സി അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഇൻ റേഡിയൻ മെഷർ ആണെങ്കിൽ ആ റേഡിയൻ മെഷർ ആയിരിക്കും ഇവിടുത്തെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. 30യുടെ റേഡിയൻ മെഷർ എന്തായിരുന്നു, π/6. അപ്പോൾ ഇവിടുത്തെ ആർക്ക് ലെങ്ത് എന്തായിരിക്കും, π/6 ആയിരിക്കും. അത് തിയറിയാണ്. ഇനി ആർക്ക് ലെങ്ത് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം, r × തീറ്റ, റേഡിയസ് × സെൻട്രൽ ആംഗിൾ. റേഡിയസ് 1, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ π/6. സോ ആൻസർ എന്ത് കിട്ടും, π/6. അപ്പടി ചിന്തിച്ചാലും ഇപ്പടി ചിന്തിച്ചാലും എല്ലാം ആൻസർ ഒന്ന് തന്നെ. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് വാല്യൂ ഓഫ് 2025 ആയതുകൊണ്ട് 2025മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. tan 2025 π - x. ഇത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അന്ന് ചോദിച്ചത് tan 2019 π - x എന്നാണ്. സോ അതിനെ ഒന്ന് മാറ്റി എന്ന് മാത്രം. tan 2025 π - x. ഇത് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ ഒരു കളി. 2025 പൈയെ ഒന്ന് 2024 π + π എന്ന് എഴുതാം, ശരിയല്ലേ. tan 2025 പൈനെ 2024 π + π എന്ന് എഴുതാം. പിന്നെ ഈ -x അതുപോലെ. എന്നിട്ട് ഈ π - x ബ്രാക്കറ്റിനകത്ത് എഴുതി. ഇനി നിങ്ങൾക്കറിയാം tan n π + θ എന്ന് പറഞ്ഞാൽ tan തീറ്റ. tan മൾട്ടിപ്പിൾ ഓഫ് π + θ വന്നാൽ tan തീറ്റ എന്ന് എഴുതാം. ഇവിടെ അങ്ങനെയല്ലേ, tan n π, n എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്. tan n π + θ, tan n π + θ എന്ന് പറഞ്ഞാൽ tan തീറ്റ. ആൻസർ tan തീറ്റ എന്താണ്, π - x. tan π - x 180 വന്നാൽ സെയിം ഫംഗ്ഷൻ tan x. π - θ സെക്കൻഡ് ക്വാഡ്രന്റിൽ tan നെഗറ്റീവ്. സോ tan π - x എന്താണ്, -tan x. കുറച്ച് തിയറി അറിയാമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. തീർച്ചയായും ഒത്തിരി ഫോർമുലകൾ ഈ ചാപ്റ്ററിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൂ. 9 മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. essay ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്നാണ്. തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ 9 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ചാപ്റ്ററിന്റെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, bye bye.